നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ആ ചേച്ചി, മുഖലക്ഷണമൊക്കെ കറക്റ്റായിട്ട് പാത്ത് പറയുമാ? സാറിന്റെ ഒറ്റ പെൺകുളന്തയാണ്, എല്ലാം ശരിയായി പറയും സാർ. അയ്യോ ശു. അല്ല, ചേച്ചിക്ക് എന്നെ നേരത്തെ അറിയാല്ലേ? അല്ലാതെ എനിക്ക് മോളാണെന്ന് കറക്റ്റായിട്ട് പറയുന്നത് എങ്ങനാ? ഞാനല്ല പറഞ്ഞ്, എന്റെ ഉള്ളിലൊരു ദൈവം ഇരിക്ക്, അന്ത ദൈവം താ സൊല്ലുത്. ആണോ? വാ വാ, എനക്ക് കൈ പാക്കണം. മല്ലികേ, ഓ കൈ നോക്കണോ? വേണ്ട, വസന്തൻ നോക്കിക്കോ. വാ ഇരിക്ക്. ആ കൈ ഇതാണോ? വലത് കൈ. ആ, സ്വന്തം വീട്ടിൽ താമസിക്കാനുള്ള യോഗമില്ല. ശരിയാ, ഭാര്യയുടെ വീട്ടിലെ താമസം. സാറിന്റെ പൊണ്ടാട്ടി ரொம்ப കടുപ്പക്കാരി. കുറച്ചു കാലത്തേക്ക് മുമ്പ് സാറ് പൊണ്ടാട്ടിയുടെ അടിമ മാതിരിയായിരുന്നു. എത്ര കൃത്യമായിട്ടാ പറയുന്നേ, കണ്ടതുപോലെ. സാറിന്റെ തായെയും തന്തയെയും വീട്ടിൽ നിന്ന് പുറത്താക്കി സാറിന്റെ പൊണ്ടാട്ടി. എന്താ ഇവിടെ? ഈ ചേച്ചി വസന്തന്റെ കൈ നോക്കുക, എല്ലാം കൃത്യമായിട്ട് പറയുന്നു സാറേ. അതെ, കൈ നോക്കിയത് മതി. ഇനിയും പറഞ്ഞാലേ എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. ദാ. എത്ര നാളായി ഈ കുഞ്ഞു പറഞ്ഞിട്ട്? കുറച്ചു ദിവസേ ആയുള്ളൂ. ഈ കുഞ്ഞിന്റെ കാര്യങ്ങൾ ചൊല്ലട്ടുമാ? വേണ്ട, അതൊന്നും വേണ്ട. കുഞ്ഞിന്റെ ഭാവി ഇപ്പോൾ പറയരുത്. അതൊക്കെ പിന്നെ അറിഞ്ഞാ മതി. കാശൊന്നും തരണ്ട സാർ. ഈ കുഞ്ഞിന്റെ അമ്മയും അച്ഛനൊക്കെ ആരാ, എവിടെയാ, അതൊന്നും പറയാൻ പറ്റുമോ? കുഞ്ഞിന്റെ അമ്മ മഹാറാണി മാതിരി ഒരു സ്ത്രീ, സ്നേഹവതിയായ പൊണ്ണാണ്. കുഞ്ഞിന്റെ അച്ഛൻ വലിയ ആള്. ഇപ്പൊ എത്രയും പോതും, ബാക്കി പിന്നെ. കൺഗ്രാറ്റുലേഷൻസ്. എന്താ ചുരുട്ടിയത്? എന്താ സ്നേഹ? ഞങ്ങളുടെ അവകാശത്തിൽ കൈവയ്ക്കരുത്. ഞങ്ങളുടെ സീനിയർ ഒരു ജഡ്ജാകാൻ പോകുന്നു. എത്ര പേർ ശ്രമിച്ചതാ, പക്ഷേ സാറിന്റെ അറിവും കഴിവും മറ്റാർക്കും ഇല്ലാതായിപ്പോയി. ഞങ്ങൾക്ക് അഭിമാനമുണ്ട് സാർ. ഞങ്ങളുടെ സീനിയറിനെ ഞങ്ങൾക്ക് കൈവിട്ട് പോവാ സർ. പക്ഷേ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഒരു നല്ല ജഡ്ജിയെ കിട്ടാൻ പോകുന്നു. നിങ്ങളെപ്പോലെ ഇങ്ങനെ സ്നേഹവും ആത്മാർത്ഥതയുള്ള ജൂനിയേഴ്സിനെ കിട്ടാന്നുള്ളത് ഏത് സീനിയേഴ്സിനും അത് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോ ഇനി നമുക്ക് കേക്ക് മുറിക്കാം. ഓഹോ, ഇനി കേക്ക് മുറിയുണ്ടോ? പിന്നല്ലാതെ, മധുരം നുണയാതെ എന്താഘോഷം സർ? ആഹാ, വൻ പരിപാടിയാണല്ലോ. പിടിക്കു സാറേ.
എന്നാ. സർ ആ? യെസ്, സാറിനെ ഒന്ന് കാണാൻ വന്നതാ. കം. ഇയാള് കുറച്ചു മുന്നേ വന്ന ആളല്ലേ? സ്വാതിയല്ലേ? അതെ മാഡം. എന്തായാലും ശരി തന്നെ. ദേ, ഒരു കഷ്ണം കേക്ക് കഴിക്കും. അഭിനന്ദനങ്ങൾ അർജുൻ സർ. ആ, താങ്ക് യു. ഇന്നലെ വന്നപ്പോ അറിഞ്ഞിരുന്നു സാറ് ജഡ്ജാകാൻ പോകുന്ന കാര്യം. അല്ല, ഈ കുട്ടി ഏതാ? സർ, നേരത്തെ ഈ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു സാറിനെ കാണാനായിട്ടാ. അപ്പോഴേ ഞാൻ കാര്യം പറഞ്ഞതാ. സ്വാതി, സാറ് പുതിയ കേസൊന്നും എടുക്കുന്നില്ല. ഞാൻ നേരത്തെ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നതാണല്ലോ. എന്തായാലും ശരി തന്നെ. ദേ, ഒരു കഷ്ണം കേക്ക് കഴിക്കും. അഭിനന്ദനങ്ങൾ അർജുൻ സർ. ആ, താങ്ക് യു. ഇന്നലെ വന്നപ്പോ അറിഞ്ഞിരുന്നു സാറ് ജഡ്ജാകാൻ പോകുന്ന കാര്യം. അല്ല, ഈ കുട്ടി ഏതാ? സർ, നേരത്തെ ഈ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു സാറിനെ കാണാനായിട്ടാ. അപ്പോഴേ ഞാൻ കാര്യം പറഞ്ഞതാ. സ്വാതി, സാറ് പുതിയ കേസൊന്നും എടുക്കുന്നില്ല. ഞാൻ നേരത്തെ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നതാണല്ലോ. എല്ലാം പറഞ്ഞിട്ടും വീണ്ടും ഞങ്ങൾ എന്തിനാ സ്വാതി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? ദേ, ഇന്ന് സാറിന് ഒരുപാട് തിരക്കുള്ള ദിവസമാ. എനിക്കിനി പോകാൻ വേറെ ഇടമില്ലാത്തത് കൊണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. സാറാണ് അവസാന ആശ്രയം. മറ്റു വക്കീലന്മാര് കേസ് ഏറ്റെടുക്കുന്നുമില്ല. സ്വാതി, ഇരിക്കൂ. സ്വാതി, മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ കേസ് വാദിക്കാൻ എടുക്കാത്തതല്ല. കക്ഷികളെ കിട്ടുക എന്നത് ഏത് വക്കീലിനെ സംബന്ധിച്ച് പ്രധാനമാണ്. പക്ഷേ ഞാനിപ്പോൾ പുതിയ കേസുകളൊന്നും എടുക്കാൻ പറ്റുന്നൊരവസ്ഥയിലല്ല. കാര്യങ്ങളൊക്കെ സ്നേഹ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഞാൻ നേരത്തെ തന്നെ A to Z കാര്യങ്ങൾ പറഞ്ഞതാ. സ്വാതി, പ്ലീസ് ദയവായിട്ട് മനസ്സിലാക്കണം. ദേ, സാറിന്റെ സമയം വെറുതെ ബുദ്ധിമുട്ടിച്ച് ഇവിടെ ഇരുന്നാൽ സാറ് ഞങ്ങളെ ആയിരിക്കും വഴക്ക് പറയുന്നത്. കുട്ടി പൊക്കോളൂ. സർ, എന്റെ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കാനും കൈവിട്ടു പോയ വസ്തുക്കള് തിരിച്ചു പിടിക്കാനുമാ ഞാൻ സാറിന്റെ സഹായം ചോദിക്കുന്നത്. എന്റെ ജീവിതം വഴിമുട്ടി നിൽക്കുക. ഇതൊക്കെ താൻ നേരത്തെ പറഞ്ഞതല്ലേ? അതിനുള്ള മറുപടി ഞാൻ അപ്പൊ തന്നെ പറയുകയും ചെയ്തു. പ്ലീസ് സ്വാതി, പോ പ്ലീസ്. സർ, ഒരു MLA ഞങ്ങളുടെ സ്വത്തുക്കളൊക്കെ തട്ടിയെടുത്ത് വെച്ചിരിക്കുന്ന. അതുകൊണ്ടാവും മറ്റു വക്കീലന്മാരൊക്കെ കൈ ഒഴിയുന്നത്. അവർക്ക് പേടി കാണും MLAക്കെതിരെ വാദിക്കാൻ. എന്റെ അച്ഛൻ നന്മയുള്ള മനുഷ്യനായിപ്പോയി. ഗാന്ധി മാർഗത്തിൽ വിശ്വസിക്കുന്ന ആളാ അച്ഛൻ. ഒരു കവിള് തടച്ച മറ്റേ കവിള് കാണിച്ചു കൊടുക്കും അച്ഛൻ. അച്ഛനെ കള്ളക്കേസിൽ കൊടുക്കി ആ MLA പണിക്കർ. എല്ലാ വിവരങ്ങളും ഇതിലുണ്ട് സർ. സാർ ഇതൊന്ന് നോക്കണം. നീതി കിട്ടാത്ത പാവങ്ങൾക്ക് അത് വാങ്ങിക്കൊടുക്കുകയല്ലേ സർ ഒരു നല്ല വക്കീലിന്റെ കടമ. എന്റെ പൊന്നു സ്വാതി, ഞാൻ നേരത്തെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ. സ്വാതി പറഞ്ഞൊക്കെ ശരിയാ. നീതി ലഭിക്കാത്തവർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും പണമില്ലാത്തതുകൊണ്ട് നിയമസഹായം കിട്ടാതെ വിഷമിക്കുന്നവർക്കും വേണ്ടി തന്നെയാണ് നീതിമാന്മാരായ വക്കീലന്മാര് നിൽക്കേണ്ടത്. സ്വാതി പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേർക്ക് വേണ്ടി ഫീസ് പോലും വാങ്ങാതെ തന്നെ വാദിച്ച ആളാണ് ഞാൻ. പക്ഷേ ഇപ്പൊ എനിക്ക് കേസ് ഏറ്റെടുക്കാനുള്ള സാഹചര്യമില്ല. ഞാൻ മറ്റൊരു പോസ്റ്റിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് വായിച്ചിട്ട് കാര്യമില്ല. സ്വാതിക്ക് പോവാം. സർ, ഞാൻ സ്വാതി പോകാൻ സാറ് പറഞ്ഞതല്ലേ. സ്വാതി പൊയ്ക്കോളൂ.
അത് അജയ് മേനോൻ വക്കീല ഈ കുട്ടി എനിക്ക് പരിചയപ്പെടുത്തിയത്. അദ്ദേഹമാണ് പറഞ്ഞത് സാറിനെ കണ്ട ഇവരുടെ കേസ് ജയിക്കുമെന്ന്. ആ, ഒരു വക്കീലിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള കാര്യ മറ്റു വക്കീലന്മാർ കക്ഷികളെ റെഫർ ചെയ്ത് വിടുന്നു എന്നുള്ള കാര്യം. പക്ഷെ സ്വാതി, ഞാനിപ്പോ നിസ്സഹായന, രക്ഷയില്ല. അങ്ങനെ പറയരുത് സർ. ഷെടാ, ഇത് വലിയ കഷ്ടമായല്ലോ. ജോർജൂട്ടി, സ്നേഹ, നമുക്ക് പെൻഡിങ് കേസുകളുടെ ഒരു ലിസ്റ്റ് എടുക്കാം. ആ, അതുപോലെ ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുള്ള കേസുകളുടെ ആ ഫയലും എടുത്തോ. ആ 17:42 കക്ഷികൾ എപ്പോഴാ വരുന്നത്? രാവിലെ 10:30 വരും സാർ. ആ, ഇത് സർ, ഇതാണ്.